സ്നേഹമുള്ളവരെ, കർത്താവ് നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് അവിടത്തേക്ക് നന്ദി പറയാനും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ വലിയ ഉൾക്കാഴ്ചകളും അനുഗ്രഹവും സ്വീകരിക്കാനും കർത്താവ് ഒരുക്കുന്ന ഈ സമയം ഏറ്റവും ഭക്തിയോടുകൂടെ തീക്ഷ്ണതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ഏകാഗ്രതയോടുകൂടെ വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മധ്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മധ്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാ, നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ, നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ, ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ, ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടുപോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപത്തിമോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ
സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 9 വചനം 15 മുതൽ 18 വരെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആക്രമണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു. നിരന്തരമായി അത് അങ്ങനെ നിന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു. മേഘം കൂടാരത്തിൽ നിന്നുയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്രയായിരിക്കും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു. മേഘം കൂടാരത്തിന് മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എബ്രായരുടെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 9 1 മുതൽ 15 വരെയുള്ള വചനങ്ങൾ ഗുരുവാർ ശ്രദ്ധിച്ചാലും. മിശിഹ അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധന വിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പീഠവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹ്റോന്റെ തളിർത്തവടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. പേടകത്തിന് മീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിന്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. ഇവയെപ്പറ്റി ഇപ്പോൾ വിവരിച്ചു പറയാനാവില്ല. ഇവയെല്ലാം സജ്ജീകരിച്ചതിനു ശേഷം പുരോഹിതന്മാർ എല്ലാ സമയത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിന്റെ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ പ്രതീകമായ ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ വ്യക്തമാക്കുന്നു.
അർപ്പിക്കുന്നവന്റെ അന്ധകരണത്തെ വിശദീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത്. നവീകരണ കാലം വരെ നിലവിലിരിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ, പലവിധ ക്ഷാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോടുകൂടെ മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തം തളിക്കുന്നതും പശുക്കിടാങ്ങളുടെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 13 മുതലുള്ള വാക്യങ്ങൾ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോഹന്നാൻ ശ്ലീഹ വളരെ ദൈവശാസ്ത്രപരമായി അവതരിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മുടെ സുവിശേഷ ഭാഗത്ത് വായിച്ചു കേൾക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളില് മത്തായി ശ്ലീഹായും മർക്കോസും ലൂക്കായും ഒക്കെ ജീവിതാവസാന കാലത്ത്, അതായത് പീഡാനുഭവ രംഗങ്ങളുടെയൊക്കെ മുന്നോടിയായിട്ട് ദൈവം യേശുക്രിസ്തു ചെയ്ത ഒരു പ്രവൃത്തിയായി അവതരിപ്പിക്കുന്ന ദേവാലയ ശുദ്ധീകരണം സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ എടുത്ത് അവതരിപ്പിക്കുന്നത് വളരെയേറെ അർത്ഥസമ്പുഷ്ടമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ ഈ അത്ഭുതത്തെ, ഈ പ്രവൃത്തിയെ എടുത്തു പറയുന്നത്. ആദ്യത്തെ അത്ഭുതം യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ ആദ്യമേ വിവരിച്ചിട്ട് അതിന്റെ അവസാനം കൂട്ടിച്ചേർക്കുന്നുണ്ട്. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അപ്പോൾ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ആദ്യമായി യേശു ചെയ്ത അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതാണെങ്കിൽ, ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അത് ഈ ദേവാലയ ശുദ്ധീകരണമാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിലൂടെ സമർത്ഥിക്കുന്നത്. അതായത് പഴയ നിയമത്തില് പ്രവാചകന്മാർ നൽകുന്ന ഒരു ശൈലിയുണ്ട്, അവരുടെ പ്രബോധനങ്ങളുടെ ഒരു രീതിയുണ്ട്. അത് ഇവിടെയും യോഹന്നാൻ ശ്ലീഹ കണ്ടെത്തുകയാണ്. പഴയ നിയമത്തില് യെശയ്യായുടെ പ്രവചനത്തില് 20-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു വലിയ അടയാളം, ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ പ്രകോപനപരമായ ഒരു പ്രതീകാത്മക പ്രവർത്തനം. അതേ തുടർന്ന് ഒരു ദൈവത്തിന്റെ ശക്തമായ ഒരു പ്രബോധനം. ആ ഒരു ശൈലി തന്നെയാണ് നമുക്ക് കാണാം. യെശയ്യായുടെ പ്രവചനത്തില് 20-ാമത്തെ അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ആമോസിന്റെ പുത്രനായ യെശയ്യായോട് അരുളി ചെയ്തു, നിന്റെ അരയിൽ നിന്നും ചാക്ക് വസ്ത്രവും നിന്റെ കാലിൽ നിന്ന് ചെരിപ്പും അഴിച്ചു കളയുക. അവൻ അതനുസരിച്ച് നഗ്നനായും ചെരിപ്പിടാതെയും നടന്നു. കർത്താവ് അരുളി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു പ്രവൃത്തിയാണ്, ഒരു പ്രവാചകൻ നഗ്നനായി ചെരിപ്പിടാതെ നടക്കുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് എന്താണ് ദൈവിക പദ്ധതി എന്ന് പറയാണ്. കർത്താവ് അരുളി ചെയ്തു, എന്റെ ദാസനായ യെശയ്യ ഈജിപ്തിനും എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം നഗ്നനും നിഷ്പാദകനുമായി നടന്നതുപോലെ അസീറിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യക്കാരെ പ്രവാസികളുമായി യുവാക്കളെയും വൃദ്ധരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാദകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിന്റെ അപമാനത്തിന് വേണ്ടി പിടിച്ചുകൊണ്ടുപോകും. അതൊരു വലിയ സന്ദേശമാണ്. ആ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് യെശയ്യാ പ്രവാചകനോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നത്. ജെറമ്യായുടെ പുസ്തകത്തില് 19-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളും 10-11 വാക്യങ്ങളും എടുത്താൽ നമ്മൾ ഇതുപോലെ ഒരു പ്രതീകാത്മക പ്രവൃത്തിയും തുടർന്നുള്ള ഒരു പഠനവും കാണും. കർത്താവ് അരുളി ചെയ്തു, നീ പോയി കുശവനോട് ഒരു മൺകലം വിലയ്ക്ക് വാങ്ങുക. ജനപ്രമാണികളിൽ നിന്നും പുരോഹിത ശ്രേഷ്ഠന്മാരിൽ നിന്നും കുറച്ചുപേരെ കൂട്ടിക്കൊണ്ട് കലക്കഷണ കവാടം കടന്ന് ബൻഹിന്നോം താഴ്വരയിൽ ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ പ്രഘോഷിക്കുക. പിന്നെ പറയുന്നത് മുഴുവനും ഇസ്രായേലിന്റെ വലിയ പാപത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പും അവരുടെ വിശദീകരണവും അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷയുമാണ്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് നിന്റെ കൂടെ പോന്നവർക്കാണ്, 10-ാമത്തെ വാക്യത്തില്, നിന്റെ കൂടെ പോന്നവർക്കാണ് കലമുടക്കുക. എന്നിട്ട് അവരോട് പറയുക, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം കുശവന്റെ കലം തകർന്നതുപോലെ ഈ ജനത്തെയും നഗരത്തെയും ഞാൻ തകർക്കും. വേറെ ഇടമില്ലാത്തതിനാൽ തോപ്പത്തിൽ അവരെ മറവ് ചെയ്യും. പഴയ നിയമത്തിലെ പ്രവാചകന്റെ ഒരു ശൈലിയാണ്. വീണ്ടും നമ്മൾ എസെക്കിയേലിന്റെ പ്രവചനത്തില് 3-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ള ഒരു വാളെടുക്കുക, അതൊരു ക്ഷൗരക്കത്തിയായി ഉപയോഗിച്ച് നിന്റെ തലയും താടിയും വടിക്കുക. എന്നിട്ട് ഒരു തുലാസെടുത്ത് രോമം തൂക്കി വിഭജിക്കുക. ഉപരോധത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ അതിന്റെ 1/3 ഭാഗത്തെ പട്ടണത്തിന്റെ നടുവിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കുക. 1/3 ഭാഗം വാളുകൊണ്ട് അരിഞ്ഞുകൊണ്ട് പട്ടണത്തിന് ചുറ്റും നടക്കുക. 1/3 നീ കാറ്റിൽ പറത്തണം. ഊരിയ വാളുമായി ഞാൻ അവയെ പിന്തുടരും. അവയിൽ നിന്ന് ഏതാനുമെടുത്ത് നിന്റെ മേലങ്കിയുടെ വിളുമ്പിൽ കെട്ടിവെക്കുക. അവയിൽ നിന്ന് വീണ്ടും കുറച്ചെടുത്ത് തീയിലിട്ട് ദഹിപ്പിക്കുക. അവിടെ നിന്ന് ഒരഗ്നി പുറപ്പെട്ട് ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിക്കും. എന്നിട്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാണ് ജെറുസലേം. ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ അവളെ ഞാൻ സ്ഥാപിച്ചു.
എന്നാൽ ജനതകളുടേതിനേക്കാൾ ദുഷ്ടതയോടെ അവൾ എന്റെ കൽപ്പനകൾ ലംഘിച്ചു. ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായി അവൾ എന്റെ പ്രമാണങ്ങളെ ധിക്കരിച്ചു എന്ന് പറഞ്ഞ് പ്രബോധനം കൊടുക്കുകയാണ്. എന്താണ് ഈ ജെറുസലേമിന് ഇനി വരാൻ പോകുന്ന ശിക്ഷകൾ? അതാണ് പ്രതീകാത്മകമായിട്ട് ആ എസെക്കിയേലിനോട് ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ശൈലിയാണ് ഒരു വളരെയേറെ ജനത്തിന് പ്രകോപനപരമായ ഒരു പ്രതീകാത്മക പ്രവൃത്തി ചെയ്യുക, അതേ തുടർന്ന് വലിയ സാരോപദേശം നൽകുക. എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. ഈശോ വളരെ പ്രതീകാത്മകമായിട്ട് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു. അവിടെ കച്ചവടം നടത്തിയിരുന്നവരെ ചാട്ടവാറുണ്ടാക്കി അടിച്ചോടിക്കുന്നു. നാണയമാറ്റക്കാരുടെ മേശകൾ മറിച്ചിടുന്നു, പ്രാവുകളെ പറപ്പിച്ചിടുന്നു. അവിടെ എന്നിട്ട് ഈശോ നൽകുന്ന വലിയ പ്രബോധനമുണ്ട്. എന്റെ പിതാവിന്റെ ആലയം, ഭവനം, അത് പ്രാർത്ഥനാലയം എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ നിങ്ങൾ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റരുത്. ഈ ഒരു കാഴ്ചപ്പാടാണ് ജെറുസലേമിനെ കുറിച്ച്. ജെറുസലേം പഴയ പ്രവചനങ്ങളിൽ എസെക്കിയേലൊക്കെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്വന്തം ഭവനമായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഇടമാണ്. ഹീബ്രു ഭാഷയിലെ 2 വാക്കുകളാണ്. യാറഷ് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്. അപ്പോൾ സമാധാനത്തിന്റെ ഇരിപ്പിടമായ ജെറുസലേമിനെ അത് ഒരു ലാഭേച്ഛയോടുകൂടെ മനുഷ്യർ കാണാൻ തുടങ്ങുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഇടമായിട്ട് വരുന്നു, അശുദ്ധമായ ഒരിടമായിട്ട് മാറുന്നു. അങ്ങനെ നശിപ്പിക്കപ്പെടാനായിട്ട് ഇടവരുന്ന ഒരിടമായിട്ട് ജെറുസലേം ദേവാലയം മാറുന്നു. നമ്മുടെ ബെനഡിക്ട് 16 പാപ്പ എഴുതിയ പുസ്തകത്തിൽ നസറായ യേശു എന്നുള്ള ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, AD 57 ഒരു വലിയ സ്വരം കേട്ടു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അവിടുത്തെ പുരോഹിതന്മാരൊന്നും അത് ശ്രദ്ധിച്ചില്ല. അത് ദൈവത്തിന്റെ അരൂപി ആ ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അവരുടെ പാപം വർദ്ധിച്ചതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് പോലും രക്ഷിക്കാനാവാത്ത വിധത്തില് ആ ആലയം നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ മുന്നറിയിപ്പായിരുന്നു. AD 67 70 ആ ദേവാലയം നശിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം നമുക്കറിയാം എന്താണ് ദേവാലയം. ഈശോ നൽകുന്ന വലിയ ഒരു ചിന്ത ഇന്ന് ഇതാണ്. എന്താണ് ദേവാലയം? ദൈവത്തിന്റെ ആലയം അത് സാധാരണ രീതിയിൽ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ പണിയിക്കപ്പെട്ട എന്തെങ്കിലും ഒരു ഭവനം എന്നതിനേക്കാളും ഒക്കെ അപ്പുറത്ത് ദൈവീക സാന്നിധ്യം പ്രകടമായി പ്രത്യക്ഷമാകുന്ന ഇടം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹായെ ആണെങ്കിലും അവതരിപ്പിക്കുക. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 3-ാം അധ്യായത്തില് 13 മുതൽ 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. 1 കൊരിന്തോസ് 3:16-17 വാക്യങ്ങളാണ്. ദൈവത്തിന്റെ ആലയം നമ്മൾ തന്നെയാണ്. നമുക്ക് ദേവാലയത്തെ കുറിച്ച് വലിയൊരു സ്നേഹവും അടുപ്പവുമുണ്ട്. ഏതൊരു ദേവാലയവും ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞ ജൂലൈ മാസം 11-ാം തീയതി തുർക്കിയിലെ ഹാഗിയ സോഫിയ എന്നുള്ള ദേവാലയം, ക്രൈസ്തവ ദേവാലയം, എർദോഗൻ അത് ഒരു മോസ്കാക്കി മാറ്റിയപ്പോൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരൊക്കെ വേദനിച്ചത്. അതുമല്ലെങ്കിൽ 2019 ഏപ്രിൽ 15 നോട്ടർഡാം കത്തീഡ്രലില് വളരെയേറെ പരമ്പരാഗതമായിട്ട് ഒരുപാട് ജനം അവിടെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഇടം ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അഗ്നിക്കിരയായപ്പോഴൊക്കെ ജനമേറെ സങ്കടപ്പെട്ടത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയില് 265 ക്രൈസ്തവ സഹോദരങ്ങളെ കൊലപ്പെടുത്തിക്കൊണ്ട് ചാവേറാക്രമണം ഉണ്ടായപ്പോൾ 2019 ഏപ്രിൽ 22 ഒത്തിരി ഏറെ നമ്മളൊക്കെ സങ്കടപ്പെട്ടത് ദൈവത്തിന്റെ ആലയം നശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ഇടമായതുകൊണ്ടാണ്. എന്നാൽ അതിനേക്കാളും ശക്തമായിട്ട് ഈശോ നമ്മൾ പറയുന്നു, ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് തരികയാണ്. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. 19-ാമത്തെ വാക്യത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്ന അതാണ്.
നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഞാനത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും. അപ്പോൾ യോഹന്നാനിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട് 22-ാമത്തെ അധ്യായ വാക്യത്തില് അവൻ ഇത് പറഞ്ഞത് തന്റെ 21-ാമത്തെ വാക്യം, അവൻ ഇത് പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യേശു വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നമ്മള് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടു എങ്ങനെയാണ് ജെറുസലേം ദേവാലയത്തിന്റെ ഘടന എന്നൊക്കെ. ഏറ്റവും അതിവിശുദ്ധമായ സ്ഥലം, അതിനുശേഷം വിശുദ്ധമായ സ്ഥലം, പിന്നെ സ്ത്രീകളുടെ ഇരിപ്പിടം, പിന്നെ വിജാതീയരുടെ ഇടം. ആ വിജാതീയരുടെ ഇടത്ത് നടക്കുന്ന കച്ചവടം പോലും ഈശോയ്ക്ക് അല്പം പോലും സ്വീകാര്യമാകുന്നില്ല. അതിവിശുദ്ധ സ്ഥലത്തല്ല, വിശുദ്ധ സ്ഥലത്തുമല്ല, പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്ന വിശുദ്ധ സ്ഥലത്തുമല്ല. എന്നിട്ട് പോലും ദേവാലയം മാത്രമല്ല, ദേവാലയത്തിന്റെ പരിസരം പോലും വിശുദ്ധമായി സൂക്ഷിക്കപ്പെടണമെന്ന് ഈശോ കർശനമായിട്ട് താക്കീത് ചെയ്യുമ്പോൾ ഇന്ന് സുവിശേഷവും ലേഖനമൊക്കെ നമ്മോട് പറയുന്ന ഒരു കാര്യം, നമ്മളാണ് കർത്താവിന്റെ ആലയം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. അത് വിശുദ്ധമായിട്ട് സൂക്ഷിക്കാനായി നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ആ ദേവാലയത്തെ നമ്മൾ നശിപ്പിക്കാൻ തുടങ്ങിയാൽ, ലാഭേച്ഛയോടുകൂടെ സ്വാർത്ഥതയോടുകൂടെ സുഖങ്ങൾക്ക് വേണ്ടി അതിനെ മാറ്റാൻ ഉപയോഗിക്കാൻ ഇടവരുമ്പോ ദൈവം ഇന്നും ചാട്ടവാറെടുക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഈശോ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പാകെ വന്നുപോയ പോരായ്മകളെ കുറിച്ച് അനുതപിക്കുകയും കർത്താവിന്റെ ആലയമായി തന്നെ വിശുദ്ധിയോടെ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൃപ ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും തിരുസഭയുടെ ഭാഗമാധ്യത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യവായത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, സ്നേഹന്മാരുമാരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ചരിത്രത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് സഭയെ സ്നേഹിക്കുകയും നിർമ്മലവധുവായി ഇരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കാരാക്കുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയുവാനും നിന്നെ ശാശ്വത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, എല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, അങ്ങേ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ അങ്ങ് പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ അങ്ങ് പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങിലൊന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യത നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളേവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ഞങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയവരെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കാണിക്കയായി സ്വയം നൽകുന്നു ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കഴിവാകേണമേ. കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം
താതനും അതുപോരാത്മജനും ദിവ്യരോഗാക്യും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമോർത്തിടാം മാർത്തോമായെയും ആവീരേ പോലെന്നേയും ആവീരാമേ സുതനുടെ പ്രേക്ഷിതരേ ഏകജസ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയവേദങ്ങൾ ചൊരിയുമിരുന്നേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓതാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പുത്രനും സർവ്വസൃഷ്ടികൾക്കും ആദിയാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ഐക്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദിസായും ശരീരത്തിന്റെ ഏർപ്പം നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ പാർത്തേക്കന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും പ്രചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. വിശ്വാസ വിശ്വാസികളുമായ എല്ലാ ഭർത്താക്കളെയും സത്യശാസ്ത്രം മരിച്ച് ഈ ലോകത്ത് മറപ്പെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുവേൻ. വിഷയാടകൃയാൽ ഇവരെ നമുക്ക് സഹായത്തിന് രക്ഷിക്കും ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ വിഷയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ.
നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടും കൂടെ കർത്താൻ നന്ദി പറയുകയും അടുത്ത് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ രക്ഷപ്പെടുന്നതായി സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. വൈദ്യന്മാരെ പ്രകാശിക്കപ്പെടുന്നു. രോഗത്തിന് മാസം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കണ്ണുകൾ താഴ്ത്തി വിചാരണ സ്വരത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാന്തര ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലജരാജര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ കുർബാന പ്രത്യാശയോടെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ പ്രഭന്മാരോടും സ്രവന്മാരോടും ചേർന്ന് സാധനായ അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങനെയുള്ള സാധനം നിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ നിന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയും ഉള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരായ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു.
ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമുഖമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോർജി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, മിഷണറിമാർ, അൽമായ പ്രേക്ഷിതർ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. യശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനമോ നാമകേത തിരുനാളോ വിവാഹവാർഷികമോ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും യുവതി യുവാക്കൾക്ക് വേണ്ടിയും സിസ്റ്റേഴ്സിനു വേണ്ടിയും വൃദ്ധരായ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എല്ലാ ദമ്പതികൾക്കും ലഭിക്കുന്നതിനു വേണ്ടിയും യഥാകാലം ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാനും യോജിച്ച ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനുമുള്ള യുവതി യുവാക്കൾക്ക് ലഭിക്കുന്നതിനു വേണ്ടിയും എല്ലാവരുടെയും സാമ്പത്തികമായ ഉന്നമനത്തിനു വേണ്ടിയും എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും കുഞ്ഞു മക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്നവരും ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവരുമായവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽപക്കക്കാർ, സഹപ്രവർത്തകർ, ഉപകാരികൾ എന്നിവർക്ക് വേണ്ടിയും കൊറോണ വൈറസിന്റെ വ്യാപനം മൂലം ദുരിതമനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കു വേണ്ടിയും അതിന്റെ നിർമ്മാർജ്ജനത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ സമൂഹം മുഴുവന് വേണ്ടിയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും എക്സൈൽ പ്രൊജക്ടിന്റെ വിജയത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങനെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ നിയമറിയത്തിന്റെയും അങ്ങയുടെ സന്നിധിയിൽ സമൃദ്ധിയുടെ ദേവന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവനെയും സംസമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. നിങ്ങൾ നിശബ്ദരായ യാതൊരുപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലോടൊന്ന് ആവസിച്ചതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങേ
കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയതോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുചരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞങ്ങൾക്കായും അപ്പമാണ് നീ. ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കായും അപ്പമാണ് നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുക, നീ എന്നും മുറിക്കപ്പെടുന്നു, സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കായി മുറിയും അപ്പമാണ് നീ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തങ്ങളോടെ സമീപിക്കാം. അനന്താത്മാനുസരണത്തോടെ അപരാധങ്ങൾ നിറഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സാഹചര്യങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. നിലങ്ങളാൽ മടിഞ്ഞ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധകുർബാന സ്വീകരിക്കുകയും വിശുദ്ധാത്മാവിനാൽ ബോധരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവ് ഞങ്ങളുടെ ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാക്കളെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. അവന് ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലതയും പ്രസന്നവനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാവുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സമയകാലത്തേക്ക് സ്ത്രീയുടെ എല്ലാ വിശ്വവും അവിടുത്തെ
ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ ശംശിയായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി ശാസ്ത്രീയ സ്വീകരിക്കുവാൻ മോട്ടമാന്യം ക്ഷണിക്കുന്നു. മിശിഹായുടെ രക്തവും നിത്യജീവൻ നൽകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലനയുടെ മാധുര്യം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. പുതിയ ജെറുസലേമായി തിരുസഭയെ തെരഞ്ഞെടുത്ത അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ ദിവ്യഭവനത്തിൽ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സകല സ്വർഗവാസികളോടും കൂടെ അങ്ങയുടെ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കാരുണ്യവാനായ മിശിഹായേ, അങ്ങേ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച മിശിഹായെ, മനുഷ്യവർഗം മുഴുവൻ അവളെ രക്ഷയുടെ കുദാശയായി സ്വീകരിക്കുവാനും അക്ഷയമായ ജീവനവകാശികളായി തീരുവാനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അടയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവോട് കൈക്കൊണ്ടരുളണമേ. കർത്താവേ, നിന്ദാസർക്കായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിയുതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മാക്കണമേ. ദിവ്യഗണത്തോടൊത്തനിശം മഹിമയെഴുന്നൊരു തൃത്വത്തിൻ
സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയൊടിവരിൽ കനിയണമേ. ഇന്നീ ബലിനിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണയെ സ്തുതി. ഞാൻ അനുസരിച്ചുള്ള ആരാധന